ഒരു മാസം മുമ്പ് മരുന്നും മെഡിക്കൽ നിർദ്ദേശങ്ങളും നൽകിയ രോഗി അവ ഒന്നും പാലിക്കാതെ വീണ്ടും വന്ന് രോഗം മാറിയില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ റിയാക്ഷൻ എന്തായിരിക്കും? സത്യത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. പലരും മെഡിക്കേഷൻസ് റെഗുലറായിട്ട് എടുക്കാറില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ നമ്മൾ അവരുടെ എന്തുകൊണ്ടാണ് അവർ മെഡിക്കേഷൻ എടുക്കാത്തത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അത് അവർ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റിയോട് ചോദിച്ചു, അയ്യോ ഈ മെഡിസിൻ എടുത്ത ഈ സൈഡ് ഇഫക്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പം പലപ്പോഴും അതാണ് അവർ റീസൺ പറയാറ്. അപ്പം അങ്ങനെയുള്ള യൂഷ്വലി ഞാൻ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യാൻ നോക്കും, ഈ ടാബ്ലറ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയതുകൊണ്ടാണ് തന്നത്, ഇതിനങ്ങനെ സൈഡ് ഇഫക്റ്റ് എന്താണ് അവിടെ കൺസേൺ വെച്ചാൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നുകൂടെ റിസ്ക് ബെനിഫിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേഷ്യൻ്റ് വില്ലിംഗ് ആണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്ത് മെഡിക്കേഷൻ എടുക്കാൻ പറയാം. വില്ലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പേഷ്യൻറ്റിനോട് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ പൊക്കോളൂ എന്ന് പറയും. അതാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് പേഷ്യൻറ്റിനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഞാൻ വിടാറില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ എപ്പോഴും നമുക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും, ഒരർത്ഥത്തിൽ ഞാൻ എപ്പോഴും തിരിച്ച് ആ വരുന്ന പേഷ്യൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാരണം ഞാനൊരു 10 വർഷം UK വർക്ക് ചെയ്തതാണ്. അപ്പോൾ UK ഇപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പേഷ്യൻറ്റിന് എന്തെങ്കിലും കാരണവശാൽ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, മെഡിസിൻ കൊണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ മെഡിസിൻ എടുക്കാനായിട്ടുള്ള ടൈമിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ തിരിച്ച് ആ ഡോക്ടറിൻ്റെ അടുത്ത് വരും. എന്നിട്ട് അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഓപ്പണായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് അതേ ഡോക്ടറോട് തന്നെ ചോദിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്ന ഒരു പ്രവണത, ഒരു മെഡിസിൻ കൊടുത്തിട്ട് ആ മെഡിസിൻ എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് സ്യൂട്ട് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഒരു 90% ആൾക്കാരും ചെയ്യുന്നത് ഡോക്ടറെ മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരാതെ ഉടനെ തന്നെ വേറൊരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയിട്ട് ഈ പ്രോബ്ലംസ് ആദ്യമേ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പേഷ്യൻ്റിന് ഒരു കോൺഫിഡൻസ് കുറവുണ്ട് തിരിച്ച് ആ ഡോക്ടറിൻ്റെ അടുക്കൽ വരാൻ. അതിൻ്റെ അവരുടെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുക്കൽ തിരിച്ചു വരുമ്പോൾ ഡോക്ടർ അവരെ വഴക്ക് പറയും, അല്ലെങ്കിൽ അവരെ കളിയാക്കും എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ഡോക്ടേഴ്സും റെസ്പോൺസിബിൾ ആയിരിക്കാം, ഒരർത്ഥത്തിൽ പേഷ്യൻസിൻ്റെ അപ്രോച്ചും അതിൻ്റെ അകത്തൊരു ഘടകമായിരിക്കാം. പക്ഷേ അതുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു പേഷ്യൻറ്റിനെ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് രാവിലെ എടുക്കാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അവരെപ്പോഴും രാവിലെ ഭയങ്കര തിരക്ക് കാരണം മറന്നു പോകുന്നു, അവരെടുക്കുന്നില്ല. അത് ചിലപ്പോൾ ഇറ്റ് മേ ബി വെരി സിമ്പിൾ. അപ്പോൾ അത് നമ്മൾ പേഷ്യൻറ്റിനെ ഓപ്പണായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട്, പേഷ്യൻ്റ് അടിക്ക് ദേഷ്യപ്പെടുന്നതിന് പകരം നമ്മൾ ആക്ച്വലി പേഷ്യൻറ്റുമായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ആക്ച്വലി അവിടുത്തെ പ്രോബ്ലം, എന്തുകൊണ്ടാണ് അവർക്ക് ഈ മരുന്ന് എടുക്കാൻ പറ്റാത്തത്, എന്താണ് അവരുടെ പേടി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അതിജീവിച്ച് ഈ പേഷ്യൻറ്റിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഡോക്ടറെ സംബന്ധിച്ചോളം പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ പേഷ്യൻ്റ് അത് സൂട്ട് ആവുന്നില്ലെങ്കിൽ ദർ ആർ അതർ ഓപ്ഷൻസ് ഓൾസോ. അപ്പോൾ അതായത് ഡോക്ടറായിട്ട് തന്നെ തിരിച്ചു വന്നാൽ ആ വേറെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രമേഹത്തിന് ചികിത്സിക്കാനായിട്ട് ഒരു 20 or 30 ഡിഫറെൻറ്റ് മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അന്നത്തെ ഹിസ്റ്ററി പ്രകാരം ഏറ്റവും സൂട്ടബിൾ ഏതാണെന്ന് തോന്നുന്ന 1-2 എണ്ണം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് പേഷ്യൻറ്റിന് അതിനെക്കുറിച്ച് ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. അതിൽ ഡോക്ടറിന് ഒരു ഈഗോ വരേണ്ട കാര്യമോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് അത് വന്ന് തിരിച്ച് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ പലപ്പോഴും ഇവിടെ അങ്ങനെ ഒരു ഫോൾസ് ഈഗോ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് തിരിച്ചു വന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ചിലപ്പോൾ ഡോക്ടറെ തന്നെ മാറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ പോയി. അതുകൊണ്ട് മേ ബി ദേ ഡോണ്ട് ഗെറ്റ് ദ റൈറ്റ് കെയർ ഓൾസോ. കാരണം ഒരു ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ആ ഡോക്ടറിന് ആ പേഷ്യൻറ്റിൻ്റെ ഫുൾ ഹിസ്റ്ററി അറിയാം. നേരത്തെ എന്ത് മെഡിസിൻസ് കൊടുത്തിരുന്നു, വേറെ ഏതെങ്കിലും മെഡിസിൻ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു, ഇതെല്ലാം നമുക്കറിയാം. അതായത് നമ്മളൊരു പുതിയ സെറ്റപ്പിൽ പോകുമ്പോൾ നമ്മൾ ആദ്യമേ നിന്ന് തുടങ്ങുന്ന പോലെയാണ്. അപ്പോൾ പലപ്പോഴും അത് ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വന്ന് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ഒരു നാണയത്തിന് 2 സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് ഒരേപോലെ എഫക്റ്റീവ് ആവുമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ആവശ്യമില്ല, ഒരു റോബോട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഡോക്ടറായിട്ട് പഠിച്ച് 20-25 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു അർത്ഥം തന്നെ എല്ലാവർക്കും എല്ലാം സൂട്ടാവില്ല. അത് പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യണം. പിന്നെ ഏറ്റവും അവസാനം പറയാനുള്ളതെന്ന് വെച്ചാൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സയൻസുമാണ്, ഇറ്റ്സ് ആൻ ആർട്ട് ഓൾസോ. ഒരു പൂർണ്ണമായ ഒരു സയൻസ് എന്ന് പറയാൻ പറ്റില്ല. 2+2 എപ്പോഴും 4 കിട്ടണമെന്നില്ല. അത് ഒരു 90% ആൾക്കാരിൽ 4 കിട്ടുമെങ്കിൽ ചില ആൾക്കാരിൽ അവിടെ 1ഉം ചില ആൾക്കാരിൽ അവിടെ 10ഉം കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ എഫക്റ്റ് വരും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറവ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ മെഡിസിൻ ഈസ് ആൻ ആർട്ട് ഓൾസോ ആൻഡ് എ സയൻസ്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് പീപ്പിൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യും.
അത് തീർച്ചയായിട്ടും തിരിച്ചു വന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ എനിക്ക് പേഴ്സണലായിട്ടില്ല. അതൊരു ഗൈനക്കോളജി ഫീൽഡിൽ ഏറ്റവും അധികം കാണുന്നത് നമ്മൾ സർജറി ഓപ്ഷൻ പറയപ്പെടാണ്. പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോയി സർജിക്കൽ ഓപ്ഷൻ പറഞ്ഞ ഉടനെ പേഷ്യൻറ്റ് വേറെ ഒരു 2-3 ഡോക്ടേഴ്സിനെ കണ്ടും കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടും. മെഡിക്കേഷൻസിൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രോബ്ലം വരാറില്ല. മെഡിക്കേഷൻസ് പ്രോബ്ലം വരുന്നത് ഹോർമോണൽ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോഴാണ്. പലപ്പോഴും ഹോർമോണൽ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ അവർ വീട്ടിൽ പോയി ആൻറ്റിയോട് ചോദിച്ചു അയ്യോ അതെടുക്കല്ലേ, അത് ഭയങ്കര സൈഡ് ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ. അത് വളരെ കോമൺ ആയിട്ട് പിൽസ് കൊടുക്കുന്ന പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്. പക്ഷേ അല്ലാതെ ഗൈനക്കോളജിയിൽ യൂഷ്വലി മെഡിക്കേഷൻസ് പേഷ്യൻസ് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ സർജറി പറയുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം കാണുന്നത്. പക്ഷേ ഇപ്പം പലപ്പോഴും ഇപ്പോൾ സർജറി ഹിസ്റ്ററെക്ടമിക്ക് പകരം പല നോൺ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. മെറീന കോയിൽ ഇടാൻ പറ്റുന്ന ഓപ്ഷനും അതുപോലെ എംബോളൈസേഷൻ, അതുപോലെ തന്നെ യൂറിൻ ലീക്കിനൊക്കെ നോൺ സർജിക്കലായിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ ലേസർ ട്രീറ്റ്മെൻറ്റ്, ജെറ്റ് പ്ലാസ്മ തെറാപ്പി, അങ്ങനെയൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ തേടുന്നത് എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു ഫസ്റ്റ് കാണുന്ന ഡോക്ടർ സർജറി മാത്രമേ പറഞ്ഞുള്ളെങ്കിൽ ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നോൺ സർജിക്കൽ ഓപ്ഷൻസിൻ്റെയും കൂടെ ഒരു ലിസ്റ്റ് കിട്ടാം. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതൽ ഒപ്പീനിയൻ എടുക്കുന്നതിൽ തെറ്റില്ല, സ്പെസിഫിക്കലി ടു ദാറ്റ് സർജിക്കൽ കോണ്ടെക്സ്റ്റ്.